നമസ്കാരം. വസ്ത്രം അത് ധരിക്കുന്നവന്റെ സ്വാതന്ത്ര്യവും ഭക്ഷണം അത് കഴിക്കുന്നവന്റെ സ്വാതന്ത്ര്യവുമാണെന്ന് അവകാശപ്പെട്ടാലും പ്രായപൂർത്തിയാകാത്ത സ്കൂൾ കുട്ടികളുടെ യൂണിഫോമിൽ കച്ചവട താൽപര്യം കടന്നു വരുമ്പോൾ കൈമാറുന്ന ആശയമെങ്കിലും നല്ലതായിരിക്കണ്ടേ? അരുവിത്തറ സെന്റ് അൽഫോൺസ പബ്ലിക് സ്കൂളിലെ വിവാദമായ സ്കൂൾ യൂണിഫോമിന്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർക്ക് നേരെ പോക്സോ ചുമത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സംഘടനകളും പൊതുജനങ്ങളും ഈ വിഷയത്തെ സമീപിക്കുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കുന്നു ന്യൂസ് 18. സ്കൂൾ യൂണിഫോം വിവാദത്തിൽ പോക്സോ ചുമത്തി പോലീസ്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ പകർത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഫോട്ടോഗ്രാഫർ ബോസ് ഈപ്പനെതിരെയാണ് കേസ്. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന് സ്കൂൾ മാനേജ്മെന്റ് പ്രതികാര നടപടി സ്വീകരിക്കുകയാണെന്ന് ഫോട്ടോഗ്രാഫർ പറയുന്നു. അരുവിത്തുറ സെന്റ് അൽഫോൺസ സ്കൂളിലെ പെൺകുട്ടികളുടെ യൂണിഫോമാണ് വിവാദമായത്. വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്ത യൂണിഫോമിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. വിവാദം കണക്കിലെടുത്ത് അടിയന്തരമായി ചേർന്ന സ്കൂൾ PTA യോഗം യൂണിഫോം പിൻവലിക്കുകയായിരുന്നു. യൂണിഫോം ധരിച്ച പെൺകുട്ടികളുടെ ചിത്രം മുഖം മറച്ച് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു എന്നാരോപിച്ചാണ് ഫോട്ടോഗ്രാഫർക്കെതിരായി പോക്സോ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 27 വർഷമായി സ്റ്റുഡിയോ നടത്തിവരുന്ന ഈരാറ്റുപേട്ട സ്വദേശി ബോസ് ഈപ്പനെതിരെയാണ് കേസ്. ഒരു അടിസ്ഥാനവുമില്ലാതെ ഇങ്ങനെ ഒരു കേസ് കെട്ടിച്ചമച്ചിരിക്കുന്നത് വളരെ ഭീകരമായിട്ട് എന്നെ ആക്രമിക്കുന്ന മാധ്യമധർമ്മത്തിന് നേരെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുമൊക്കെയുള്ള വലിയ കൈകടത്തലും ആക്രമണമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. എനിക്ക് ജീവിക്കാൻ വയ്യാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എൻ്റെ ബന്ധുക്കളുടെയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങളുടെയോ നാട്ടുകാരുടെയോ ഇടയിൽ അവഹേളിതനായി നടന്നു പോകേണ്ട ഒരു ഗതികേട് എനിക്കുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം വിഷയത്തിൽ സ്ഥലം MLA കൂടിയായ PC ജോർജിന്റെ നിലപാട് ഇങ്ങനെയായിരുന്നു. അവിടെ 105 പിള്ളേരാ അവിടെ പരീക്ഷ ചെയ്തത്. 105 പിള്ളേർക്കും ഡിസ്റ്റിങ്ഷനാണ്, മനസ്സിലായോ? അതിൽ 35 പിള്ളേർക്ക് ഫുൾ A+, മനസ്സിലായില്ലേ? ഇച്ചിരി കുശുമ്പടാ വിദ്യാഭ്യാസത്തോടെ ഇരിക്കുന്നില്ല, എനിക്കറിയാം. ഞാനത് പറഞ്ഞാൽ വേറെയാവും, അതുകൊണ്ടാണ് പറയാത്തത്. ഞാൻ മിണ്ടാത്തത് അതുകൊണ്ടാണ്. അല്ലെ, 1 മിനിറ്റ് കൊണ്ട് തീർക്കാം എനിക്ക് വേണമെങ്കിൽ. ഞാൻ ചെയ്യാത്തതാണ്. ഞാനൊരു മതത്തിൻ്റെ ആളായിട്ട് നിൽക്കാൻ എനിക്ക് ഇഷ്ടമില്ല, അതുകൊണ്ടാണ്. സംഭവം വിവാദമായതോടെ വിഷയത്തിൽ ബാലാവകാശ കമ്മീഷനും ഇടപെട്ടിരുന്നു. തന്നെ സ്കൂൾ മാനേജ്മെന്റ് വേട്ടയാടുകയാണെന്നാരോപിച്ച് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഫോട്ടോഗ്രാഫറായ ബോസ് ഈപ്പൻ. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോട്ടയം. സ്കൂൾ യൂണിഫോമിലെ അച്ചടക്കം അശ്ലീലമായി മാറുമ്പോൾ നടപടി ആർക്ക് നേരെയാണ് ഉണ്ടാകേണ്ടത്? വിഷയത്തിൽ ആദ്യം നമുക്കൊപ്പം ചേരുന്നു കോട്ടയത്തെ ഞങ്ങളുടെ പ്രതിനിധി സനോജ്. നാട്ടുകാർക്കൊപ്പം സനോജ്, ഈ വിഷയത്തിനകത്ത് കൃത്യമായ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രീതിയിലുള്ള നടപടിയല്ല സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, സ്കൂൾ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ നിരത്തുന്ന വിശദീകരണം മറ്റൊന്നുകൂടിയാണ്. കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? അപർണ, ഈ സംഭവത്തിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത് ഇത്തരത്തിൽ പോസ്കോ നിയമം ചുമത്തിയിരിക്കുന്നു എന്ന ഒരു കാര്യമാണ് പറയാൻ കഴിയുക. ഇത് ഈ അധ്യയന വർഷം ആരംഭിച്ച ആദ്യ 3 ദിവസമാണ് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ വൾഗറായ ഒരു യൂണിഫോം ധരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് എത്തിയത്. ഇതിനെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു, രക്ഷിതാക്കൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. എന്നാൽ മാനേജ്മെന്റിനെ ഭയപ്പെട്ട് ആരും പരാതി പറയാൻ തയ്യാറായില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധം വ്യാപകമായതിനെ തുടർന്ന് അടിയന്തരമായി PTA യോഗം ചേർന്നുകൊണ്ടാണ് ഈ യൂണിഫോം പിൻവലിക്കുവാൻ മാനേജ്മെന്റ് തയ്യാറായത്. നമ്മൾ ഈ സ്കൂൾ അധികാരികളെയും ഇക്കാര്യത്തിൽ സമീപിച്ചു വരുന്നുവെങ്കിൽ അവർ നേരിട്ട് രംഗത്ത് വരാൻ തയ്യാറായില്ല. ഇത്തരത്തിൽ യൂണിഫോം തെറ്റായിരുന്നുവെന്ന ഒരു അനൌദ്യോഗിക വിശദീകരണം മാത്രമാണ് നൽകിയത്. വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ യൂണിഫോം പിൻവലിക്കാൻ കൂട്ടാക്കിയത്. എന്നാൽ ഇതിനുശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പുതിയ വിവാദം, ഇത് പകർത്തിയ ഫോട്ടോഗ്രാഫർക്കെതിരെ കേസ് ചുമത്തിയിരിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്തിയിരിക്കുന്നു. പോലീസ് അദ്ദേഹത്തെയും കുടുംബത്തെയും വേട്ടയാടുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട് ജീവിതമാർഗം കണ്ടെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈരാറ്റുപേട്ട സ്വദേശിയായ ഒരാൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ സമീപനം ഏത് തരത്തിലായിരുന്നു? എന്താണ് ഇത്തരത്തിൽ ഒരു തെറ്റായ നടപടിയിലേക്ക് പോലീസ് കേസെടുക്കാൻ കാരണമായത്? കുട്ടികളുടെ മാനസികമായും ഭൗതികമായും വികാസമാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നത്. ഒരു നല്ല റെപ്യൂട്ടേഷനുള്ള സ്കൂളായതുകൊണ്ട് എല്ലാ സംവിധാനം ഉണ്ടെന്ന് ഓർത്ത് വിടുന്നു. പക്ഷേ കുട്ടികളെ ഭയപ്പെടുത്തി അച്ചടക്കത്തിന്റെ പേരിൽ അവരുടെ വ്യക്തിത്വത്തെ തടയുന്ന രീതിയിലുള്ള നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യൂണിഫോം വിഷയത്തിൽ യൂണിഫോം വൾഗറായിരുന്നു. ശരി, സ്വാഭാവികം അവർ പറയുന്നത് അത്തരത്തിലൊരു പ്രശ്നമില്ലായിരുന്നു, വ്യാപകമായ പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെ യൂണിഫോം ഇട്ട് പോകാൻ മടിച്ചു. അവർ പേരൻസിനോട് പറയുമ്പോഴും നിങ്ങളിത് സഹിക്കുക, നമ്മുടെ ഭാവിക്ക് വേണ്ടിയല്ലേ, പറഞ്ഞാൽ നമ്മുടെ മാർക്കിനെ ബാധിക്കും, ഭീഷണി നടപടികൾ ഉണ്ടാകും പറഞ്ഞ് കുട്ടികൾക്ക് മൊത്തത്തിലൊരു ഭയമാണ് മാനേജ്മെന്റിനോട്, പ്രിൻസിപ്പലിനോട് പ്രത്യേകിച്ചും. അവർ എന്ത് ഒരു കർഷം പറഞ്ഞാലും അവരെ പിടിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിന് സംഭവിച്ച പോലെ കുട്ടികളുടെ ഭാവിയെ കരുതി ഒരു നന്മ ആ കുട്ടികൾക്ക് ഉണ്ടാകണമെന്നിടത്താണ് ഇദ്ദേഹം ഒരു സ്റ്റെപ്പ് എടുത്തത്.
പക്ഷേ അദ്ദേഹത്തിനെതിരെ അത് പോക്സോ ചുമത്തപ്പെടേണ്ട രീതിയിലേക്ക് വന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടിയെ സംരക്ഷിക്കേണ്ട നിയമത്തിന്റെ ഉപയോഗത്തെ തടയുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ മാനേജ്മെന്റും പോലീസും എടുത്തിരിക്കുന്നത്. അത്ര ഒരു മോശമായ ഒരു യൂണിഫോം ആയിരുന്നു. ശരിക്കും അത് പ്രചരിപ്പിച്ചത് തെറ്റാണെന്നാണ് അവർ നിർത്തുന്നത്. ഭയമായിരുന്നു പോകാൻ. കാരണം അവരുടെ അവയവങ്ങളെല്ലാം പുറത്തോട്ട് കൂടുതൽ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. പഴയ ഒരു റൗക്കയുടെ രീതിയിൽ, പഴയ കാലത്തെ മാറിമറയ്ക്കാൻ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലത്ത് കഴിഞ്ഞ് ആദ്യമായിട്ട് ഒരു ചെറിയ പീസ് കൊടുത്തില്ല. ആ രീതിയിലുള്ള ഒരു രീതിയിൽ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ആ ഭയമുണ്ടായിരുന്നു. അവർക്കത് പറയാനോ മാനേജ്മെൻറ്റിൻ്റെ ഭീതി മാർക്കിൽ ബുദ്ധിമുട്ട് വരുത്തും, സർട്ടിഫിക്കറ്റുകളിൽ അത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ടീച്ചേഴ്സിനും ആ ഒരു ഭയമുണ്ട്. അവരുടെ ശമ്പളമൊക്കെ പകുതിയും പിടിക്കുന്നൊരു സ്കൂളാണ് അവിടെ. താങ്കൾ നാട്ടുകാരനാണ്, എന്ത് നടപടിയാണ് ഈ കാര്യത്തിൽ താങ്കൾ സ്വീകരിച്ചത്? ഞാൻ ഫേസ്ബുക്കിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഈ യൂണിഫോം മാറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ടു, നമ്മൾ ഇനി ഇത് നിർത്തണം, സ്കൂളിൻ്റെ ഭാവിയും നാടിൻ്റെ നന്മയും കരുതി ഇതിവിടെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അന്നേരം അത് അവിടെ തീർന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. ഇതിപ്പം വ്യക്തിപരമായിട്ട് ഒരാളെ, ഒരു നന്മയ്ക്ക് വേണ്ടി നിന്ന ഒരാളെ, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി നിന്ന ഒരാളെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നു. അത് വളരെ തെറ്റായ ഒരു സമീപനമാണ്. അതിനകത്ത് ഏറ്റവും വരെ ഞങ്ങൾ പ്രതികരിക്കും. വ്യാപകമായ പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയരുന്നുണ്ട്. പൊതുവെ ജനങ്ങൾക്കെല്ലാം ഉണ്ട്. അവർ രോഷം കൊള്ളുന്നവരാണ് ജനം, വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ. പ്രത്യക്ഷത്തിൽ സമരരംഗത്ത് വരുന്ന വിദ്യാർത്ഥി സംഘടനകൾ മാനേജ്മെന്റുമായി ഒരു സന്ധി ചെയ്തു പോകുന്ന ഒരു സാഹചര്യം ഈരാറ്റുപേട്ടയിൽ നിലനിൽക്കുന്നു. അതിന് കാരണം എന്താണ്? അവരങ്ങനെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്. കാരണം ഇവിടെ റിയൽ ആയിട്ടുള്ള പോലീസിലാണെങ്കിൽ പോലും ഇത്തരം കേസുകൾ ചെന്നാലും ഒതുക്കി തീർക്കുകയാണ് പരിപാടി. പല കേസുകളും എടുക്കേണ്ട കേസുകൾ എടുക്കുകയല്ല, എടുക്കേണ്ടാത്തത് എടുത്ത് ജനങ്ങളെ പീഡിപ്പിക്കുന്ന ഒരു സമീപനമാണ്. അത് രാഷ്ട്രീയ ഇടപെടലും സാമുദായിക. സനോജ്, ഞാൻ തിരികെ വരാം. PTA പ്രസിഡന്റ് സാബു സിറിയക്ക് നമുക്കൊപ്പം ചേർന്നു. സാബു സിറിയക്ക്, ഈ വിഷയത്തിനകത്ത് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നത് നാട്ടുകാരനായ ഒരാളാണ്. ഇക്കാര്യത്തിൽ മാതാപിതാക്കളെ, പാരന്റ്സിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കുട്ടികളെ യൂണിഫോം ഇടാൻ നിർബന്ധിച്ചു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിൽ PTAയുടെ വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ? പക്ഷെ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തി ആരെ കൊണ്ടും യൂണിഫോം ഇതുവരെ ഇടിപ്പിച്ചിട്ടില്ലല്ലോ. യൂണിഫോം ഒരു 2.5 മാസം മുമ്പേ കുട്ടികൾക്കെല്ലാം കൊടുത്തിരുന്ന, പേരൻസ് ആരും അതിനെക്കുറിച്ച് യാതൊരു പരാതിയും പറഞ്ഞിട്ടില്ല ഇതുവരെ. അതിനുശേഷമാണ് ഈ സ്കൂൾ തുറന്നതിന് ശേഷമാണ് ഈ സ്കൂൾ യൂണിഫോമിനെ കുറിച്ചുള്ള പരാതി ഉണ്ടാകുകയും ആ പരാതിയെ കുറിച്ച് പഠിക്കുകയും സ്കൂൾ യൂണിഫോമിനെ കുറിച്ച് മാറ്റം വരുത്തുകയും ചെയ്തത്. ഈ വിഷയത്തിനകത്ത് പരാതി ഉണ്ടായത് യൂണിഫോമിലുള്ള ചില അസ്വാഭാവികമായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ആരോപിക്കുന്നത് പോലെ അതിൽ കലർന്നു വന്നിട്ടുള്ള വസ്ത്രധാരണം ഒരുപക്ഷെ ഇങ്ങനെയല്ല എന്ന് ഉയർത്തിയ ചില ആരോപണങ്ങൾ മുഖവിലക്ക് എടുത്തുകൊണ്ടല്ലേ സ്കൂൾ ആ യൂണിഫോം പിൻവലിച്ചത്? അല്ലെങ്കിൽ പിൻവലിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? അല്ല സ്കൂൾ യൂണിഫോം അത് സെലക്ട് ചെയ്തത് ഒരു സ്കൂൾ യൂണിഫോമുകളുടെ ഒരു കാറ്റലോഗ് നോക്കിയാണ് ഈ സ്കൂൾ യൂണിഫോം സെലക്ട് ചെയ്തത്. ഇത് ആരുടെയും PTAയുടെയോ അതുപോലെ ആരുടെയും ഭാവനയിൽ കൂടിയുള്ള ഒരു യൂണിഫോം അല്ല. അതുപോലെ തന്നെ ഈ യൂണിഫോമിനെ കുറിച്ച് ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അത് മുഖ്യമന്ത്രിക്കോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കോ അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് കമ്മീഷനോ വനിതാ കമ്മീഷനോ സ്കൂൾ മാനേജ്മെന്റിനോ PTAയ്ക്കോ ഒക്കെ കൊടുക്കാമായിരുന്നു. പക്ഷേ ആ ഫോട്ടോ 1-ാം തീയതി കുട്ടികൾ സ്കൂളിൽ ഇത് ഉപയോഗിക്കുകയും 2-ാം തീയതി അത് ഫേസ്ബുക്കിൽ വരികയും ആ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് വികൃതമാക്കി ചിത്രീകരിച്ചു. ആ ഫോട്ടോയും സ്കൂൾ കുട്ടികളെ മറ്റു യൂണിഫോമുകളും വെച്ച് നോക്കുമ്പോൾ വളരെ മാറ്റമുണ്ട്. കാരണം എൻ്റെ കുട്ടിയും 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അവളുടെ ആ യൂണിഫോം ഇട്ടിട്ട് എനിക്ക് യാതൊരു വൃത്തിയോട് എനിക്ക് തോന്നിയില്ല. കാരണം അതുപോലെ ഈ മോശമായ ചിന്തകളും അതുപോലെ ഉള്ള രീതിയിലൊക്കെ കാണുന്നവർക്ക് അതങ്ങനെ കാണുവാൻ സാധിച്ചിട്ടുള്ളൂ. ദയവായി സാബു സിറിയക്ക്, താങ്കൾ TV കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം സ്കൂൾ യൂണിഫോമിന്റെ പടം ഫോട്ടോഷോപ്പ് ചെയ്താണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കപ്പെടുന്നതെന്ന് സ്കൂൾ അധികൃതർ വാദമുന്നയിച്ചിരുന്നു. ആ രീതിയിൽ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിരുന്നു അല്ലെ? ഇത് PTA കമ്മിറ്റി അന്വേഷിക്കും 3 ദിവസത്തിനുള്ളിലെന്ന്. ഈ ഫോട്ടോയാണ് ഒറിജിനലായി പുറത്തിടുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങളിൽ, നേരത്തെ ഈ സ്റ്റോറിയിൽ പോകുന്ന ദൃശ്യങ്ങളും സ്കൂൾ അവകാശപ്പെടുന്ന ഒറിജിനൽ ഫോട്ടോയും തമ്മിൽ വ്യത്യാസമുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട്. ഞാൻ ചോദിച്ചത്, ഈ ഒറിജിനൽ എന്ന് കാണിക്കുന്ന ഫോട്ടോ സ്കൂൾ അവകാശപ്പെടുന്ന ഒറിജിനൽ ആണോ ഞങ്ങളുടെ സ്റ്റോറിയിൽ സംപ്രേഷണം ചെയ്തത്? ഞാനിപ്പോ TV കാണുന്നില്ല. TV കാണാത്ത സ്ഥലത്തായിരിക്കുന്നത്. എനിക്ക് ഞാനിപ്പം കുട്ടികൾക്ക് പഠിത്തമൊക്കെ ഉള്ള സമയത്ത് TV സാധാരണ വീട്ടിൽ ഉപയോഗിക്കാറില്ല. സ്കൂൾ അധികൃതർ ഫോട്ടോഷോപ്പ് ചെയ്തതാണ്, ഒറിജിനൽ ഇങ്ങനെയാണ് യൂണിഫോം എന്ന് കരുതി പുറത്തുവിട്ട യൂണിഫോം അല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതല്ല. കൃത്യമായി നമ്മുടെ റിപ്പോർട്ടർ ചെന്ന് ഷൂട്ട് ചെയ്തെടുത്ത ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സ്കൂൾ അധികൃതരുടെ വാദം ശരിയല്ല. ഇത് രണ്ടും 2 യൂണിഫോമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷ്വൽ ഞാൻ പുറത്തുവിട്ടതും. അതെ, സ്കൂൾ യൂണിഫോം വാട്സപ്പിലും വന്ന സ്കൂൾ ഫോട്ടോയും സ്കൂൾ യൂണിഫോം തമ്മിൽ മാറ്റമുണ്ട്.
ശ്രീ സാബുസിരേക്ക് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പറയുന്ന വാദത്തിൽ കഴമ്പില്ല എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ദൃശ്യങ്ങൾ വിട്ടത്. അതായത് സ്കൂൾ പുറത്തുവിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രകാരം ഈ ചിത്രം ഫോട്ടോഷോപ്പ് ചെയ്തതാണ്, യഥാർത്ഥ യൂണിഫോമിന്റെ ചിത്രമല്ല എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഫോട്ടോഷോപ്പ് ചെയ്തതാണല്ലോ, അതങ്ങനെ തന്നെ കാണാൻ സാധിക്കുള്ളൂ. എത്ര ഫോട്ടോഗ്രാഫർമാർ തന്നെ പറഞ്ഞു അത് ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. ഫോട്ടോഗ്രാഫർമാർ പറയുമ്പോൾ അതിന് മാറ്റമുണ്ടോ? കാണുന്നവർക്കറിയാമല്ലോ അതങ്ങനെ ചെയ്തതാണെന്ന്. കോട്ടയത്ത് നിന്ന് വീണ്ടും സനോജിലേക്ക്. സനോജ്, നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് രണ്ട് ചിത്രമാണ്, 2 യൂണിഫോം ആണ് എന്ന രീതിയിൽ സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ PTA അധികൃതർ ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഫോട്ടോഗ്രാഫറുടെ വാദം ഇക്കാര്യത്തിൽ എന്താണ്? ഫോട്ടോഗ്രാഫറിലേക്ക് പോകുന്നതിന് മുൻപ് സനോജ്, നമുക്ക് ദൃശ്യങ്ങൾ കാണാം. സ്കൂൾ അധികൃതർ അവകാശപ്പെടുന്നത് പോലെയല്ല നമ്മുടെ ദൃശ്യങ്ങളുള്ളതുപോലെ 2 യൂണിഫോം ആണ്. പക്ഷേ നമ്മൾ കൃത്യമായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 5-ാം തീയതി സ്കൂൾ യൂണിഫോം പിൻവലിക്കുന്നത് വരെ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് സ്കൂൾ അധികൃതർ അവകാശപ്പെടുന്നത് പോലെയുള്ള യൂണിഫോം ആയിരുന്നില്ല കുട്ടികൾ ധരിച്ചിരുന്നത്. എന്നിട്ടും PTA പ്രതിനിധികൾ ഉറച്ചു നിൽക്കുകയാണ് ആ ന്യായീകരണത്തിൽ. ഇക്കാര്യത്തിൽ ഫോട്ടോഗ്രാഫറുടെ വിശദീകരണം, ന്യായീകരണം എന്താണ്? അപർണ, ഈ കാര്യത്തിൽ PTA ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഈ 2 യൂണിഫോം 2 തരത്തിലുള്ളതാണെന്ന് ചിത്രങ്ങളിലും നമ്മളെടുത്ത ദൃശ്യങ്ങളിലും വ്യക്തമാണ്. സ്കൂൾ മാനേജ്മെന്റ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ ശരിയായ രീതിയിലുള്ളതല്ല. എന്നാൽ നമ്മൾ വിദ്യാർത്ഥികൾ ധരിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തത് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ വൾഗറായ ഒരു യൂണിഫോമാണ് മാനേജ്മെന്റ് കുട്ടികൾക്ക് നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപകമായ പ്രതിഷേധമുണ്ടായത്. ഈ പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ യൂണിഫോം പിൻവലിക്കുവാൻ തയ്യാറായത്. ശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളുമായി വിദ്യാർത്ഥി തീർച്ചയായും ഞാൻ തിരികെ വരാം. സനോജ്, കോട്ടയം സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോഗ്രാഫർ ബോസിപ്പൻ ചേരുന്നു. ബോസിപ്പൻ, താങ്കൾ മോർഫ് ചെയ്തെടുത്ത, ഫോട്ടോഷോപ്പ് ചെയ്തെടുത്ത ഫോട്ടോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതെന്ന് PTA അധികൃതർ പറയുന്നു. ശ്രീ ബോസിപ്പൻ കേൾക്കുന്നുണ്ടെങ്കിൽ, ഫോട്ടോഷോപ്പ് ചെയ്തെടുത്ത ഫോട്ടോയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതെന്ന് PTA അധികൃതർ ആരോപിക്കുന്നു. ഇല്ല, അതേക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇത്തരം കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു വിഷയമായതുകൊണ്ട് ഈ ഫോട്ടോഷോപ്പോ ഫോട്ടോ എടുക്കലോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊന്നും പ്രതികരിക്കാനാവില്ല. ഇക്കാര്യത്തിനകത്ത് ഇവർ ചോദിക്കുന്ന കാര്യം, എന്തുകൊണ്ട് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതോ അതോറിറ്റികൾ ഉണ്ടായിരുന്നില്ലേ പരാതിപ്പെടാൻ? ആ രീതിയിലുള്ള കാര്യമാണ് കേസിനാസ്പദമായും സ്കൂൾ മാനേജ്മെന്റ് ഉന്നയിക്കുന്നത്. കേസ് കൊടുത്തത് മാനേജ്മെന്റ് അല്ലെങ്കിൽ പോലും. നവമാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ചിത്രങ്ങൾ ഒരുപാട് പേരോടൊപ്പം ഞാനും ഷെയർ ചെയ്തു എന്നുള്ളത് ശരി തന്നെയാണ്. അതിൽ ഉന്നയിച്ച പ്രശ്നം വളരെ ഗൗരവമുള്ളതായിരിക്കുകയും അത് അധികൃതർ, അതായത് വനിതാ കമ്മീഷനും ശിശുക്ഷേമ സമിതിയുമൊക്കെ ഇടപെട്ട് അത് പരിഹരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷമാണ് എന്തുകൊണ്ടാണ് പിന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായി വരുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അതായത് സ്കൂൾ മാനേജ്മെന്റ് പ്രതികാര നടപടി സ്വീകരിച്ചതാണ്. ഏതെങ്കിലും വ്യക്തികളെ വളരെ എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ സ്കൂളിൽ പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന ക്രമക്കേടുകളൊക്കെ അപ്പോഴപ്പോൾ ഞാൻ ചോദ്യം ചെയ്യുകയും അവരെ ധരിപ്പിക്കുകയും അതിനൊക്കെ നടപടികൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു സമൂഹത്തെ ഒരിക്കലും വാർത്തെടുക്കുന്നതല്ല ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഒന്നും തന്നെ. അപ്പോൾ ഈ അടുത്ത തലമുറ പ്രതികരണ ശേഷി ഇല്ലാത്തവരും ഒന്നിനും കൊള്ളാത്തവരും ഒന്നിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കൊള്ളാത്തവരുമൊക്കെ ആക്കി വളർത്തിയെടുക്കേണ്ടതിൻ്റെ ആവശ്യകത ഏതാണ് ഇവരൊക്കെ അതേക്കുറിച്ച് ധരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അടിയന്തരമായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുകയും അത് ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കുകയും പൊതുജനശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് അത് പരിഹരിക്കപ്പെടുകയും, കാരണം അടിയന്തരമായ ഒരു പരിഹാരം. 3 ദിവസമാണ് കുട്ടികൾ ഈ യൂണിഫോം ധരിച്ചിട്ടുള്ളത്. അതായത് ജൂൺ 1, 2, പിന്നെ ശനി ഞായറും കഴിഞ്ഞിട്ട് 5 തിങ്കളാഴ്ച. ഈ 3 ദിവസം ധരിച്ചപ്പോൾ തന്നെ പേരൻസ് വളരെ വ്യക്തമായിട്ട് ഇതേക്കുറിച്ച് പ്രതികരണം ഉണ്ടായെങ്കിലും അവർ പറയാനുള്ള ധൈര്യമില്ലായ്മയുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരു സ്ത്രീ 40-42 വയസ്സുള്ള ഒരു സ്ത്രീ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്നിട്ട് എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ മകള് ഈ യൂണിഫോം ഇട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റത്തിൽ നിന്ന് തിരിച്ചു കയറി വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, അമ്മയെ ഞാൻ ഇതിട്ടുകൊണ്ട് എങ്ങനെ വെളിയിലേക്ക് പോകും, മനുഷ്യരെന്നെ തുറിച്ചു നോക്കില്ലേ,
എൻ്റെ മാനം പോകില്ലേ എന്ന് പറഞ്ഞിട്ട് ഏങ്ങലടിച്ച് കരയുകയും ആ സ്ത്രീ പറയുകയാണ്, നീ ഒരു പെണ്ണാണ്, നമ്മൾ പെണ്ണായി ജനിച്ചാൽ ഇങ്ങനെയുള്ള ചില പീഡാസഹനങ്ങൾ നമ്മൾ സഹിക്കേണ്ടതായിട്ടുണ്ട്, പോട്ടെ മോളെ, നീ ഏതായാലും സ്കൂളിലേക്ക് പോവുക എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ വിട്ടത്. എന്താണെങ്കിലും ഈ സംഭവം എനിക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ നവമാധ്യമങ്ങളിൽ ഈ സംഭവം ഇങ്ങനെ വന്നതിന് ശേഷം ഇത് പെട്ടെന്ന് പരിഹരിക്കുകയും, ഇത് വേറെ ആരുമല്ല പരിഹരിച്ചിട്ടുള്ളത്, വനിതാ കമ്മീഷനും ശിശുക്ഷേമ സമിതിയും ഇടപെട്ടാണ് പരിഹരിച്ചിട്ടുള്ളത്. അവിടെ വലിയ ഒരു ജനകീയ മുന്നേറ്റം അല്ലെങ്കിൽ വിദ്യാർത്ഥി യൂണിയൻ്റെയൊക്കെ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രതികരിച്ചിട്ടുള്ളത്. അല്ലാതെ ആരെങ്കിലും ഫോട്ടോഷോപ്പ് ചെയ്തോ ഫോട്ടോ എടുത്തോ എന്നുള്ളതല്ല ഇതിലത്തെ പ്രശ്നം. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെട്ടു, പരിഹരിച്ചതിന് ശേഷം ആരൊക്കെ അത് ഉന്നയിച്ചു എന്നുള്ളതാണ്. അവർക്കെതിരെ പ്രതികാര നടപടികളുമായിട്ട് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്താണെന്ന് പ്രശ്നം പരിഹരിച്ചെങ്കിലും താങ്കൾക്കെതിരെ ശക്തമായ ഒരു വകുപ്പ് ചുമത്തിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. പോക്സോ പ്രകാരമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കുകയും മോർഫ് ചെയ്ത് അത് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് പ്രതികാര നടപടിയാണോ എന്നാണ് ചോദിക്കുന്നത്. പ്രശ്നം എങ്ങനെയാണ് പൂർണ്ണമായും പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു? പ്രശ്നം സ്കൂൾ യൂണിഫോം മാറ്റിയപ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് ഇത്തരത്തിൽ എനിക്ക് നേരിട്ടറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങളിലാണ് എന്നെ അവർ പ്രതി ചേർക്കുകയും പോക്സോ എന്ന് പറയുന്ന വകുപ്പ് വളരെ നാടകീയമായി അവരതിൽ കൊണ്ടുവരികയും അത് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ജാമ്യം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞ് നടക്കുകയും അത് ചില നമ്മുടെ നാട്ടിലുള്ള വളരെ അറിയപ്പെടുന്ന ചില നേതാക്കളും അവരുടെ കൂടെയുള്ള ആൾക്കാരുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് ആ വ്യക്തികളോടൊന്നും യാതൊരു അകൽച്ചയോ അല്ലെങ്കിൽ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ ഇതൊന്നും എനിക്കില്ല. എന്തുകൊണ്ടാണ് ഞാൻ സ്കൂളിലെ ഒരു വിഷയം നവമാധ്യമങ്ങളിൽ വന്ന ചിത്രം ഷെയർ ചെയ്യുകയും മറ്റു പലരോടൊപ്പം അത് ഉന്നയിക്കുകയും അതിന് പരിഹാരം ഉണ്ടാവുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് ചില വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഇത് ഫാദർ ചന്ദ്രൻ കുന്നേൽ മാത്യു കൂടി നമുക്കൊപ്പം ചേരുന്നു. ഫാദർ, ഈ വിഷയത്തിനകത്ത് ഒരു നാട്ടുകാരന്റെ പ്രതികരണമാണ്. ഈ വിഷയത്തിൽ യൂണിഫോം സംബന്ധിച്ച് ചില കുട്ടികൾ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ, അവരുടെ മാതാപിതാക്കൾ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ, രൂപതയുടെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് മാത്രമല്ല ഇത്തരം ചില വിഷയങ്ങളിൽ പൊതുസമൂഹം സ്വീകരിക്കുന്ന ചില നിലപാടുകളുണ്ട്. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ചില പ്രതികാര നടപടികൾ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ രൂപത എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ഫാദർ ചന്ദ്രൻ കുന്നേലിലേക്ക് തിരിച്ചു വരാൻ ചില സാങ്കേതിക തടസ്സങ്ങൾ. ഈ പരാതി നൽകിയ പൊതു പ്രവർത്തകൻ നൌഷാദ് തെക്കേൽ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഇരുന്നു. നൌഷാദ്, എന്തുകൊണ്ടാണ് നവമാധ്യമങ്ങൾ ഒരു ചിത്രം കണ്ടതുകൊണ്ട് മാത്രം ഒരു പരാതിയിലേക്ക് നീങ്ങിയത് നിങ്ങൾ? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കുട്ടികളെ നമ്മൾ വിദ്യാഭ്യാസ കാലഘട്ടം തൊട്ട് എങ്ങനെയാണ് വളർത്തേണ്ടത്, അവരെങ്ങനെയാണ് വളരേണ്ടത്, നമുക്ക് അവരെ സമൂഹത്തിൽ എന്തൊക്കെ രീതിയിലാണ് അവർക്ക് മാതൃകയും അവർക്ക് ട്രെയിനിങ്ങൊക്കെ കൊടുത്ത് മുമ്പോട്ട് പോകേണ്ടത്. ആ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ വിഷയം വന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ മീഡിയയിലും അതേപോലെ വാർത്താ പോർട്ടലുകളിലൊക്കെ ഈ ന്യൂസ് കണ്ട സമയത്ത് അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചു, എത്ര മോശമായിട്ടാണ് നമ്മുടെ ഈ കുട്ടികളെ ഇവരിങ്ങനെ ഈ യൂണിഫോം ധരിച്ച് എന്നും രാവിലെ ഈ കുട്ടികൾ ഈ പൊതുജനങ്ങളുടെ ഇടയിൽ കൂടി ഇവർ സഞ്ചരിക്കുന്നത്, എന്നിട്ട് തിരിച്ചു വരുന്നത്. അപ്പം നമ്മളത് ഒരു വളരെ ഗൗരവമായിട്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുകയും അത് എന്താ പറയുക അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നുള്ളൊരു കൃത്യമായ ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വിഷയം ബാലാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ എത്തിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ആ ഫോട്ടോഗ്രാഫർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പോക്സോ എടുക്കാനൊക്കെ ശ്രമം നടത്തുമ്പോൾ അത് ആ മാനേജർക്കും പ്രിൻസിപ്പാളിനും എതിരെ എടുക്കേണ്ടത്. ഇത്രയും കുട്ടികൾ ഇത്രയും കാലം ഈ കുട്ടികൾ ഈ യൂണിഫോം ധരിച്ചു ഈ സമൂഹത്തിൻ്റെ ഇടയിൽ കൂടി ഇവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെയല്ല നടപടി എടുക്കേണ്ടത്. അവിടെ ഈ രക്ഷിതാക്കൾ പ്രതികരിക്കണ്ടേ, ഫാദർ ചന്ദ്രൻ കുന്നേൽ മാത്യു നമുക്കൊപ്പം. ഫാദർ, ഈ വിഷയത്തിനകത്ത് ചില പ്രതികാര നടപടികൾ സ്കൂൾ മാനേജ്മെന്റ് ഭാഗത്തുനിന്നുണ്ടായെന്ന് നാട്ടുകാരൻ കൂടിയായ ഫോട്ടോഗ്രാഫർ പറയുന്നു. പരാതിക്കാരും ആ വിഷയം പറയുന്നു. PTA ഈ വിഷയത്തിൽ പൂർണ്ണമായ കാര്യങ്ങൾ തുറന്നു പറയുന്നില്ല എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നു. രൂപതയുടെ കീഴിലുള്ള ഒരു സ്കൂൾ ആയതുകൊണ്ട് മാത്രമല്ല, പൊതു സമൂഹത്തിലെ ചില വിഷയങ്ങൾ, ചില കാര്യങ്ങൾ വിവാദമാകുമ്പോൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ള ചോദ്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്.
സ്കൂള് പാലാ രൂപതയുടെ ഹലോ തീർച്ചയായും പറഞ്ഞോളൂ ഫാദർ. ഈ സ്കൂള് പാലാ രൂപതയുടെ കീഴിലുള്ളതല്ല. പാലാ രൂപതയില് പ്രവർത്തിക്കുന്ന ഒരു സന്യാസിനി സമൂഹത്തിൻ്റെതാണ്. നേരത്തെ പറയപ്പെട്ടതുപോലെ 27 വർഷം പഴക്കമുള്ള സ്കൂളാണ്. 2000-ൽ താഴെ കുട്ടികളുണ്ട്. +2 വരെ ക്ലാസ്സുകളുണ്ട്. ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. അങ്ങനെയുള്ളൊരു സ്കൂളില് കുട്ടികൾക്ക് അപമാനകരമായ വിധത്തിലുള്ള ഒരു യൂണിഫോം ഉണ്ടാകും എന്ന് ചിന്തിക്കുന്നത് തന്നെ ശരിയല്ല. പ്രത്യേകിച്ച് സിസ്റ്റേഴ്സൊക്കെ ഫാഷന്റെ പിന്നാലെ പോകുമെന്നോ നാടിന്റെ സംസ്കാരത്തിനും നാട്ടിനും എതിരായ യൂണിഫോം ഉണ്ടാക്കുമെന്നോ പെൺകുട്ടികളുടെ ഡിഗ്നിറ്റിക്കും മോഡസ്റ്റിക്കും ഉതകാത്ത ഏതെങ്കിലും വസ്ത്രധാരണ രീതി കൊണ്ടുവരുമെന്നോ ഒക്കെ ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം നമ്മളിത് ഒറ്റ സ്കൂളല്ലല്ലോ സന്യാസിനിമാര് നടത്തുന്നത്. അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ വിശദാംശങ്ങള് ഞാൻ നേരിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയല്ല. പക്ഷേ അന്വേഷണങ്ങളിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് കുട്ടികളെ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പോരുന്ന വഴിക്ക് ആരോ ഫോട്ടോ എടുത്ത് നവമാധ്യമങ്ങളിൽ കൊടുക്കുകയും അത് ആ ഫോട്ടോ യഥാർത്ഥത്തില് കുട്ടികൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ ആയിരുന്നില്ല. പിന്നീട് അതില് ടെക്നോളജി പ്രയോജനപ്പെടുത്തി അതിനെ വളരെ മോശമായിട്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല, പരാതി ഉണ്ടായപ്പോൾ പോലീസ് എത്തി, വനിതാ കമ്മീഷന് അംഗങ്ങളെത്തി, ചൈൽഡ് ലൈനിൽ നിന്ന് പ്രവർത്തകരെത്തി. അവരൊക്കെയും ഈ യൂണിഫോം കാണുകയും അതിന്റെ ഗുണദോഷങ്ങൾ പരിശോധിക്കുകയും ചെയ്തതാണ്. മാത്രമല്ല, PTA ഒറ്റപ്പെട്ട സ്വരങ്ങള് മാനേജ്മെന്റിനെതിരായിട്ടുണ്ടായിരിക്കാം. പക്ഷെ PTA 1-2 പേരല്ലല്ലോ. ദയവായി തുടരുക ഫാദർ. SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക്കും നമുക്ക് ചേരും. ജെയ്ക്ക്, ഇക്കാര്യത്തിൽ ദുരൂഹമായ എന്തോ നടക്കുന്നു, മാനേജ്മെന്റിനെതിരായുള്ള നീക്കം നടക്കുന്നു, ഒരു ക്രൈസ്തവ സ്ഥാപനം ഇത്തരം ഒരു കാര്യം നടത്തേണ്ട ആവശ്യമില്ല എന്ന് പാലാ രൂപത വക്താവും PTA-യും പറയുമ്പോൾ SFI ഈ വിഷയത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയാണ്, സ്കൂളിനോട് ആവശ്യപ്പെട്ടതാണ്. എന്നിട്ടും ഫോട്ടോഗ്രാഫർക്ക് നേരെ പോക്സോ ചുമത്തി കേസെടുത്തിരിക്കുന്നു. എന്നാണ് ഇതിൽ ദുരൂഹത? ജെയ്ക്ക്, ബഹുമാനപ്പെട്ട ചന്ദ്രൻകുന്നേലച്ചൻ പറഞ്ഞ കാര്യത്തോടൊന്ന് കമന്റ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോവുക അസാധ്യമാണ്. ഫാദർ പറഞ്ഞ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ സാംശീകരിക്കാൻ നമുക്ക് കഴിയുന്ന കാര്യങ്ങളാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയ നിർണായകമായ പരിവർത്തനങ്ങളൊക്കെ. പക്ഷെ അതൊന്നും ഇത്തരത്തിലുള്ള ഒരു അങ്ങേയറ്റം മോശകരമായ വിരോധാഭാസമായ ഒരു കൃത്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇവിടെ ഞങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തി. ഏറ്റവും അടിയന്തരമായി തന്നെ സ്കൂൾ മാനേജ്മെന്റ് ഞങ്ങളുമായി ചർച്ച നടത്താൻ തയ്യാറായി. ആ ചർച്ചയുടെ ശേഷം ഉണ്ടായ മിനിറ്റ്സ് ധാരണാപത്രം എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് വൈറലാം വിധം പ്രചരിക്കപ്പെട്ടതാണ്. അതിൽ സ്കൂൾ മാനേജ്മെന്റ് തന്നെ സ്വയം വിമർശനപരമായി തെറ്റിദ്ധരുത്താൻ തയ്യാറായിരിക്കുന്നു. ഈ സ്കൂളിൽ പരിഷ്കരിച്ചിരിക്കുന്ന യൂണിഫോമിൽ ദോഷകരമായ ചില പ്രശ്നങ്ങളുണ്ട്, അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നതാണ് ഞങ്ങളുമായി സമരത്തിന് ശേഷം നടത്തിയ ചർച്ചയിൽ മാനേജ്മെന്റ് നൽകിയ ഉറപ്പ്. ആ ഉറപ്പിന്മേൽ ഈ യൂണിഫോമിലെ ദോഷകരമായ പരിഷ്കാരങ്ങൾ പിൻവലിക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടുമുണ്ട്. പക്ഷെ അതിനുശേഷം നടത്തിയിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള ആ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന മനുഷ്യന് നേരെ കേസ് എടുക്കുകയും അത് ഈ പോസ്കോ നിയമപ്രകാരം കേസെടുക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള മാനേജ്മെന്റ് നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. അവിടുത്തെ കുട്ടികൾക്ക് അവരുടെ മാനത്തെ ഹനിക്കുന്ന നിലയിൽ ഒരു യൂണിഫോം പരിഷ്കരണം ഉണ്ടായപ്പോൾ അതിനെ പൊതുസമൂഹത്തിൽ എത്തിക്കാനും ചർച്ച ചെയ്യാനും അതിനെ തിരുത്താനും ആണ് ആ ഫോട്ടോ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ഫാദർ ചന്ദ്രകുന്നേൽ, ജെയ്ക്ക് പറയുന്നത് പോലെ SFI ഈ വിഷയത്തിനകത്ത് ഇടപെട്ടതാണ്, മാനേജ്മെന്റ് സംസാരിച്ചതാണ്, സ്വയം വിമർശനം നടത്തിക്കൊണ്ട് യൂണിഫോം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നു. കൃത്യമായി വീഴ്ച പറ്റി എന്ന് കരുതി പിൻവലിച്ച ഒരു യൂണിഫോം അതിനുശേഷം ഫോട്ടോഗ്രാഫർക്ക് നേരെ പോക്സോ ചുമത്തി കേസെടുക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുക? എനിക്ക് ഇതിന്റെ വിശദാംശങ്ങൾ അറിയില്ല. എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള വിവരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ അറിയില്ല. ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പുള്ള കാര്യമല്ല. അത് പരിശോധിക്കേണ്ടതാണ്. ഇത് ജയിക്ക് പറഞ്ഞ കാര്യങ്ങള് അവര് ചർച്ചയില് സംസാരിച്ച കാര്യങ്ങൾ തന്നെ ആയിരുന്നിരിക്കാം. എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ലാത്തത് കൊണ്ട് അത് സംബന്ധിക്കുന്ന ഒരു വിശദീകരണം നൽകാന് എനിക്കിപ്പോൾ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ. ഞാൻ മാനേജ്മെന്റുമായിട്ടും അതുപോലെ തന്നെ PTA പല ആൾക്കാരുമായിട്ടും നാട്ടിലെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരുമായിട്ടും ഒക്കെ ഇതിന്റെ വിവര ശേഖരണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ബോധ്യപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്,
ഒരു കാരണവശാലും കുട്ടികളുടെ, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, അവരുടെ അഭിമാനത്തിനും മാനത്തിനും തടസ്സമാകുന്ന ഒരു വസ്ത്രധാരണ രീതിയും ഡ്രസ് കോഡും ഈ സഭയുടെ സ്ഥാപനങ്ങളിൽ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഫാദർ, പല സ്കൂളുകളിലും യൂണിഫോം ഡിസൈൻ ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതുമെല്ലാം കോൺട്രാക്ട് ഏറ്റെടുത്തുകൊണ്ടാണ്. വീഴ്ച പറ്റിയത് ഒരു പക്ഷേ ആ ഭാഗത്തു നിന്നാകാം. എന്തുകൊണ്ട് അത് സമ്മതിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല? ആ ഭാഗത്തേക്ക് കടക്കുക പോലും ചെയ്യാത്തത് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? അതിന്റെ ആവശ്യം എന്താണ്? എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ അറിയില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞുവല്ലോ. അത് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് വാതിലുകൾ തുറന്നിടുന്നു എന്നുള്ളതാണ്. കാരണം സഭയ്ക്ക് പ്രത്യേകിച്ച് ഒളിച്ചു വെക്കാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഇനി തിരുത്തേണ്ട കാര്യങ്ങളാണെങ്കിൽ തിരുത്താനും സഭയ്ക്ക് യാതൊരു മടിയും. തീർച്ചയായും വളരെ നന്ദി ശ്രീ ഫാദർ ചന്ദ്രൻ കുന്നൽ. ഇപ്പോൾ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ചേർന്നു. ഹരീഷ്, ഈ വിഷയത്തിനകത്ത് ചില ആശയക്കുഴപ്പം ബാക്കിയുണ്ട്. നാട്ടുകാർ പറയുന്നത്, SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പറയുന്നതിനനുസരിച്ചല്ല PTA സംസാരിക്കുന്നത്. മാത്രമല്ല ഇതിന് കൃത്യമായ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പോക്സോ എന്നുള്ള ഒരു വകുപ്പ് നിലനിൽക്കുന്ന സാഹചര്യം എങ്ങനെയായിരിക്കും? പോക്സോയുടെ അപ്ലിക്കേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഞാനും ഈ വിഷയം തുടക്കത്തിൽ കേട്ടപ്പോൾ, വാർത്ത കേട്ടപ്പോൾ, പോസ്കോ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം വെച്ചാൽ കുട്ടികളുടെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ലൈംഗിക ചുവയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ അശ്ലീലം കലർന്ന ഫോട്ടോകൾ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലൊരു വകുപ്പ് ചേർക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് ഇത് അത്തരത്തിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കുട്ടികളുടെ ഏതെങ്കിലും തരത്തിൽ അവരുടെ മാനത്തെ ബാധിക്കുന്നതായോ തരത്തിലുള്ള ഒരു ക്രിയേഷൻ ആയിട്ട് ഇത് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതർത്ഥത്തിലാണ് ഈ നിയമം പ്രയോഗിച്ചത് എന്നുള്ളത് വ്യക്തമല്ല. കാരണം അശ്ലീലമായി കണക്കാക്കാൻ കഴിയുന്നതാണ് എന്ന് ആളുകളുടെ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസം എന്നതിൽ കവിഞ്ഞ് ഒരു അശ്ലീലം ഈ ചിത്രത്തിൽ ഇപ്പോൾ ദൃശ്യത്തിൽ കാണിക്കുന്നതാണെങ്കിൽ അതിൽ അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് ഈ വ്യാപകമായി നമ്മൾ ഈ നിയമം ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു ദുരുപയോഗമാണോ എന്ന കാര്യത്തിൽ എനിക്ക് അത് ദുരുപയോഗമാണെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായും നന്ദി ഹരീഷ് വാസുദേവൻ. ഒരിക്കൽ കൂടി ശ്രീ ബോസിപ്പൻ, നിയമപരമായി എങ്ങനെ നേരിടാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വിഷയത്തിൽ? ഇനി നിയമപരമായി അതിൽ എനിക്ക് ചെയ്യുവാനുള്ളത്, കോടതിയിൽ കേസ് FIR വന്നു കഴിഞ്ഞു. അപ്പോൾ അതിന് ജാമ്യ നടപടികൾ ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഉത്തേജനമായിട്ട് തോന്നിയ ഒരു കാര്യം, പൊതുസമൂഹം, ലോകമെങ്ങുമുള്ള മലയാളികൾ അല്ലെങ്കിൽ നാട്ടുകാർ, ഈ സ്കൂളിനെ സ്നേഹിക്കുന്നവർ, അവരൊക്കെ ഈ സ്കൂളിൽ നടന്ന ഈ കൊള്ളരുതായ്മയെ ചോദ്യം ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യുകയുമാണ് ചെയ്തിട്ടുള്ളത്. വലിയ ഒരു ജനമുന്നേറ്റം ഇതിൽ വന്നത് വലിയ ആശാവഹമായ ഒരു കാര്യമായി എനിക്ക് തോന്നുന്നത്. എൻ്റെ സ്ഥാപനത്തിൽ അല്ലെ എന്നെ നേരിട്ട് വന്ന് കാണുന്ന ആൾക്കാരൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിന് വേണ്ടത്. ഇത്തരം പ്രതികരണങ്ങളും ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളും ഇത്തരം കറക്ഷൻസും ഒക്കെ ആവശ്യമാണ്. പക്ഷെ അത് ചെയ്യുന്നവരിലേക്ക് കുന്തമന നീട്ടുന്ന നമ്മുടെ ഈ ചില വിഷലിപ്തമായ ശക്തികൾ. തീർച്ചയായും ശ്രീ ബോസിപ്പൻ, സമയപരിമിതി കൊണ്ട് ഏതായാലും അച്ചടക്കത്തിലെ കച്ചവട താല്പര്യം വിവാദമാകുമ്പോൾ നടപടിക്ക് മുമ്പ് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഏതായാലും വിഷയത്തിൽ പങ്കെടുത്ത നൌഷാദ് തക്കേൽ, ബോസിപ്പൻ, അതോടൊപ്പം തന്നെ ഹരീഷ് വാസുദേവൻ, ജെയ്ക്ക്, ഫാദർ ചന്ദ്രൻ കുന്നേൽ, മാത്യു വിശദാംശങ്ങൾ നൽകിയ സനോജിനും. ഇനി കാണാം പ്രൈം ഡിബേറ്റ്. നമസ്കാരം.